പലരും പറയുന്നൊരു കാര്യമാണ് ഇറച്ചിക്കറി വെക്കുമ്പോൾ രുചി കിട്ടുന്നില്ല എന്ന്. അതിന് പ്രധാന കാരണം നല്ല ഗരം മസാല ചേർക്കാത്തതാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നല്ല ഗരം മസാല ഉണ്ടാക്കാനായി എന്തൊക്കെയാ വേണ്ടതെന്ന് വിശദമായി കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യം പെരിഞ്ജീരകമാണ് എടുക്കുന്നത്. മസാലയ്ക്ക് രുചി നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് പെരിഞ്ജീരകം. 12 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് കറുവാപ്പട്ട എടുത്തിരിക്കുന്നത്. ഇത്രയും കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് നീളത്തിൽ ഈ വലിപ്പമുള്ള 20 എണ്ണം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ളത്. അടുത്തായിട്ട് ഏലക്കയാണ്, 30 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഗ്രാമ്പുമാണ്, 70 ഗ്രാമ്പുമാണ് എണ്ണി എടുത്തിരിക്കുന്നത്. 1-2 കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമില്ല. ഈ ഒരു വലിപ്പത്തിലുള്ള ഗ്രാമ്പുമാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് തക്കോലമാണ്, 6 തക്കോലമാണ് എടുത്തിരിക്കുന്നത്. ഈ വലിപ്പത്തിലുള്ള 6 തക്കോലമാണ് എടുത്തിരിക്കുന്നത്. ഓരോ ദേശത്തും ഓരോ പേരായിരിക്കും പറയുന്നത്, അതിലാണ് കാണിക്കുന്നത്. ഇതിൽ ഞാൻ കുരുമുളക് ചേർത്തിട്ടില്ല, കാരണം ഓരോ റെസിപ്പിക്കും ഓരോ രീതിയിലാണ് കുരുമുളകിന്റെ അളവ്. അതുകൊണ്ട് ഞാൻ ഫ്രഷ് ആയിട്ട് പൊടിച്ചിടുകയാണ് പതിവ്. ചില സ്ഥലങ്ങളിൽ ജാതിപത്രി ചേർക്കാറുണ്ട്. ഞാൻ ഇതിൽ ജാതിപത്രി ചേർത്തിട്ടില്ല, കാരണം ഓരോ റെസിപ്പിക്ക് അനുസരിച്ച് സെപ്പറേറ്റ് അതിൽ നേരിട്ട് ചേർക്കുകയാണ് പതിവ്. നല്ലൊരു ഗരം മസാലയ്ക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ മാത്രം മതി. ഇനി അതിനെല്ലാം വളരെ ചെറുതായി ചൂടാക്കിയതിനു ശേഷം പൊടിച്ചെടുക്കണം. സ്റ്റവിലോ ഓവനിലോ ചൂടാക്കാവുന്നതാണ്. അപ്പോൾ നന്നായി പൊടിഞ്ഞു കിട്ടും. കറുവപ്പട്ട ഇടുമ്പോൾ നീളമുള്ളത് ഇതുപോലൊന്ന് ഒടിച്ചിടേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അവസാനം ഗ്രാമ്പൂ, തക്കോല, ഏലക്ക അതും കൂടി ഇട്ട് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യം 3-4 പ്രാവശ്യം പൾസ് ചെയ്യണം. അതിനുശേഷം 1, 2, 3 എന്ന രീതിയിൽ സ്പീഡ് കൂട്ടി കൊടുക്കണം. ഓരോ അര മിനിറ്റ് കഴിയുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. 1.5 തൊട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും മസാലപ്പൊടി റെഡി. അതും മിക്സിയുടെ ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പം നമ്മുടെ ഗരം മസാല റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ അടിച്ചു വരുന്നുണ്ട്. ചെറിയൊരു തൈയോട് കൂടി വേണം മസാലപ്പൊടി നിൽക്കാൻ. തീരെ നൈസ് അങ്ങ് ഗോതമ്പൊടി പോലെ ആകരുത്. തരിയായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഫ്ലേവർ നഷ്ടപ്പെടാതെ കുറച്ച് നാളും സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഈ സ്റ്റാൻഡേർഡ് ടേബിൾ സ്പൂണ് 15 ടേബിൾ സ്പൂൺ മസാലപ്പൊടി നമുക്ക് കിട്ടി. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് അളവുകൾ കൃത്യമായും എണ്ണമായും പറഞ്ഞത്. അപ്പോൾ ഈ രുചിക്കൂട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ മസാല ഉപയോഗിച്ചുള്ള റെസിപ്പികളാണ് ഈ കാണുന്നത്. ഇതും കൂടി കണ്ടു നോക്കൂ, താങ്കൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.